ഇവ എന്ത് തൊട്ടാലും കത്തിച്ച് കളയില്ല ഭഗവാനെ. ഇതെന്തിട്ട് പരിപാടി? ലേറ്റ് ആൻഡ് സൗണ്ടാ? മേസ്ത്രി പരിപാടിയൊക്കെ നിർത്തിയാ? അതൊന്നും പറയണ്ടപ്പാ. ഞാൻ ഒരു സ്ഥലത്ത് പണിക്ക് പോയതാ. ഇപ്പൊ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത അവസ്ഥയായി. ദൈവസഹായം ലേറ്റ് ആൻഡ് സൗണ്ട്. എന്നിട്ട് ഇവിടെയൊക്കെ ചെയ്തമാരാണല്ലോ. ലൈറ്റ് ആൻഡ് സൗണ്ട് അല്ല, ഇവന്റ് മാനേജ്മെന്റാ. ഇവന്റ് മാനേജ്മെന്റ്. അപ്പൊ എന്ത് മേസ്ത്രി പണി നിർത്തിയേ? എന്റെ മോനെ, ഞാനും ഇവനും കൂടിയേ ആ ദിവാകരന്റെ അവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം പണിയാൻ പോയതാ. കോൺട്രാക്റ്റ് ആയിരുന്നു. ഞാനും ഇവനും കൂടിയേ ഉച്ചയായപ്പോഴേക്കും അങ്ങോട്ട് അടിച്ചു തീർത്തു. പക്ഷെ ഉണ്ടല്ല, ചോറിനാൻ പോവാൻ പറ്റിയില്ലേ. അതെന്താ അവര് വിട്ടില്ലേ? വിടാണ്ടല്ല, പോവാൻ ഒരു വഴി ഉണ്ടായില്ല. അപ്പൊ വണ്ടി കൊണ്ടുപോയിണ്ടായില്ലേ? വണ്ടി എന്ത് പോവാൻ വഴി വേണ്ടേ? വാതില് വേണ്ടേ പുറത്തേക്ക് പോവാൻ? കട്ടളപ്പഴുത്ത് ഇടാൻ മറന്നുപോയി. അവൻ വെക്കുന്നു ഞാനും വിചാരിച്ചു, ഞാൻ വെക്കുന്നു അവനും വിചാരിച്ചു. പറഞ്ഞു പിടിച്ച് കുളിമുറി സെറ്റ് ടാങ്ക് പോലെ പണിത് വെച്ചു അല്ലേ? പിന്നെ എങ്ങനെ കയറി പോകുന്നതിൻ്റെ ഉള്ളിൽ? ഒന്നും പറയണ്ട, വീട്ടുകാർ അവസാനം കോണി വെച്ച് തന്നു. അങ്ങനെ കയറി രക്ഷപ്പെട്ടു. പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അല്ലാശാലേ നമുക്ക് ആ ന്യൂ ഇയറിന്റെ പണി നോക്കുമ്പോണ്ടേ അവര് പറഞ്ഞ സമയമായി പോവാ. പിള്ളേരെ കഞ്ഞി വറക്കണം, നമുക്ക് തറക്കണം. വന്നേ, വണ്ടി എടുത്തേ വാ. ഇതൊരു 10-100 മാല എന്തായാലും വേണ്ടി വരും ആശാനെ. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് 10 കാശുണ്ടാക്കാല. ഫേസ് ന്യൂട്രൽ അറിയണവര് മാത്രം അധികം അറിയാൻ മതി. അവനെ പിടിക്ക്, അവനെ ആദ്യം കേട്ടില്ല ആശാനെ. നീ കാരണ്ട, നീ ഇവിടെ എന്താ മതി. ആരാ? നമസ്കാരം, ഞാൻ സാധാരണ മേസ്ത്രിയാ. ദൈവസഹായം ഇവന്റ് മാനേജ്മെന്റിന്നാ. നൂലുകെട്ട്, താലികെട്ട്, മംഗല്യം, മരണം, പാലുകാച്ച്, പരതാമസം തുടങ്ങിയ എല്ലാ പരിപാടികളും അടിപൊളിയായിട്ട് ഞങ്ങൾ ചെയ്തു തരും, മിതമായ നിരക്ക്. വാ നോക്കി. നീ പറഞ്ഞ ആൾക്കാർ വന്നിട്ട് എന്താ വെച്ചാൽ പറഞ്ഞു. നിങ്ങൾ എനിക്ക് ഇരുന്ന് സംസാരിക്കാം. എന്തപ്പോ നിങ്ങളുടെ പരിപാടി? ക്രിസ്മസ് ഞങ്ങൾക്ക് ആഘോഷിക്കാൻ പറ്റിയില്ല. ന്യൂ ഇയർ എന്തായാലും ഞങ്ങൾക്ക് അടിച്ചു പൊളിക്കണം. മോളുടെ ബർത്ത്ഡേ വരുന്നത്, അതുകൂടി ഒരുമിച്ച് ആഘോഷിക്കാന്ന് വിചാരിച്ചിട്ടാ. വീട് മൊത്തം മാൽമണത്, മുറ്റത്തും ഭാഗത്തും കംപ്ലീറ്റ് മാൽമണത് അല്ല അപ്പച്ചാ? അത് മതി, അത് കൊള്ളാൻ നല്ലതാ. നമ്മുടെ അവിടെ കെട്ടുകണങ്ങല്ലേ ഇരിക്കുന്നു. പറമ്പ് നിറയെ മാനും മയിലും ഒട്ടകവും ഒക്കെ വേണം. ഈ ഒട്ടകവും മയിലൊക്കെ എവിടുന്ന? അത് നമ്മൾ പിടിച്ചോണ്ടിരണ്ട, അതൊക്കെ LED. നമുക്ക് എന്തായാലും LED വാള് വേണം. നാട്ടുകാർ മൊത്തം വന്ന് കാണട്ടെ. എംബച്ച് വേണോ? എമ്മച്ച് വന്നാ പിന്നെ ഇവിടെ മൊത്തം വാളാവും. ആശാനെ, ഇത് അടിച്ചു വാളിക്കുന്ന എംബച്ചല്ല, ഇത് മരത്തുമ്പ് കെട്ടിക്കുന്ന ലൈറ്റാ. അത് ശരി. കേക്ക് മുറിക്കുമ്പോൾ ആകാശത്ത് നിന്ന് ന്യൂ ഇയറും ബർത്ത്ഡേയും ഒക്കെ പറന്നിറങ്ങി വരണം, പല കളറുകളായിട്ട്. അപ്പൊ എന്റെ അടിമോനെ പോകുന്നത് പറയുകയും ചെയ്യും. അപ്പൊ എന്നെ കത്തണം, വീട് മൊത്തം കത്തണം. വീട് കത്തിക്കണവൻ പുറത്തില്ലേ? ഇതൊന്നും നമ്മളെ കൊണ്ട് നടപടിയാവില്ല. നമ്മുടെ കയ്യിൽ 4 ചാക്ക് മാലവളപ്പും 5-6 കോളാമ്പിയേ ഉള്ളൂ. ഇതൊക്കെ വെച്ചിട്ട് എന്തിട്ട് കാണിക്കാനാ? അതെ, നിങ്ങൾ ആ ഔസേപ്പിന്റെ അനിയനല്ലേ? ഇക്കഴിഞ്ഞ ക്രിസ്മസ് അവർ എങ്ങനെ ആഘോഷിച്ചെന്ന് നാട്ടുകാർക്ക് മൊത്തം അറിയാം. അതിനൊന്ന് വെട്ടിക്കാനല്ലേ നിങ്ങൾ ഈ പരിപാടി? അതെ, നിങ്ങൾ തമ്മിലുള്ള വഴക്ക് നമുക്കറിയാം. ഒരുമിച്ചിരുന്ന് ഒരു കേക്ക് മുറിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളത്. വെറുതെ എന്തിനാ നാട്ടുകാരെ കാണിക്കാനായിട്ട് ഈ വക പരിപാടിയൊക്കെ ചെയ്യണേ? ഒരു പുതുവർഷമാണ് ഈ വരുന്നത്, ഒരു പുതിയ തീരുമാനം കൊണ്ട് എടുക്ക്. ഞാനൊക്കെ അങ്ങനെയാ. ന്യൂ ഇയറിന് എപ്പോഴും ഞാൻ ഒരു പുതിയ തീരുമാനം എടുക്കും. 1-ാം തീയതി തീരുമാനം എടുക്കും, 2-ാം തീയതി തെറ്റിക്കുകയും ചെയ്യും. അല്ല പിന്നെ നിങ്ങൾ ചേട്ടന്മാർ കൂടിയിട്ടേ ഒരു കേക്ക് മുറിച്ച് ന്യൂ ഇയർ അങ്ങോട്ട് ആഘോഷിക്കാം. ഞങ്ങൾ എന്തിനാ വെറുതെ ബുദ്ധിമുട്ടിക്കണേ? ദൈവസഹായം ഇവന്റ് മാനേജ്മെന്റ് ഈ വക ഒരു പരിപാടി ഏറ്റെടുക്കില്ല. നിങ്ങൾ ആരെ വേണമെങ്കിൽ വിളിച്ച് ചെയ്യിച്ചോ. ആശാനെ, നല്ലൊരു വർക്കലാണ് പോയപ്പോ. ഇവർ പറഞ്ഞ സാധനങ്ങളൊക്കെ സംഘടിപ്പിക്കണേ നമ്മുടെ പറമ്പ് പണയാൻ വെക്കേണ്ടി വരും. ചെയ്തില്ലെങ്കിൽ ചെയ്തില്ല എന്നുള്ളൂ. ചെയ്ത് വെറുതെ നാണം കണ്ട ആവശ്യമുണ്ടോ? ന്യൂ ഇയർ ആയിട്ട് നമ്മുടെ പുതിയ പരിപാടി ദൈവസഹായം കൗൺസിലിംഗ് സെന്റർ. പ്രൊപ്പറേറ്റർ സദാനന്ദൻ മേസ്ത്രി.